വചനം 42. വാക്കർത്ഥം. യൗമ യുക്ഷഫു, തുറക്കപ്പെടുന്ന, വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം. അൻ സാഖിൻ, കണങ്കാലിൽ നിന്ന്. വയുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഇലസ്സുജൂദി, സുജൂദിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ. ഫലാ യസ്തതീഊൻ, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല. യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദ്ഔന ഇലസ്സുജൂദി ഫലാ യസ്തതീഊൻ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല. വചനം 43. വാക്കർത്ഥം. ഖാശിഅതൻ, താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ. തർഹഖുഹും, അവരെ മൂടും, ആവരണം ചെയ്യും അഥവാ ബാധിക്കും. ദില്ലത്തുൻ, നിന്ദ്യത, ഹീനത, അപമാനം. വഖദ് കാനൂ, അവർ ആയിരുന്നിട്ടുണ്ട്. യുദ്ഔന, അവർ ക്ഷണിക്കപ്പെടുക. ഇലസ്സുജൂദി, സുജൂദ് ചെയ്യാൻ. വഹും, അവർ ആയിരിക്കെ. സാലിമൂൻ, സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ് وقد كانوا يدعون إلى السجود وهم سالمون. തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു. അന്ന് അവരത് ചെയ്തിരുന്നില്ല. 42-43 വചനങ്ങളുടെ വിശദീകരണം. മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻ സാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം. കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശ്യത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ. ഇതിൽ നിന്നാണ് ഈ അലങ്കാര പ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത്. ഖിയാമത്ത് നാളിലെ അതിഗൗരവ ഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം. ലോകരക്ഷിതാവായ അല്ലാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കും. സൂറത്ത് ഷൂറ 45-ാം വചനം നോക്കുക. ഈ അവസരത്തിൽ അവരോട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അല്ലാഹു പ്രസ്താവിക്കുന്നു. ഇഹത്തിൽ വച്ച് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ. അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അല്ലാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.